ആ അമ്പലക്കുളം അശുദ്ധമാക്കിന്ന് കേട്ട് വെള്ളം പറ്റിക്കത്രേ. അത് നീ തന്നെ ആയിരിക്കും. പച്ചോന്ന് നിന്റെയൊക്കെ തന്ത കീടങ്ങളെ. പച്ചോന്ന് പരീക്ഷ കഴിഞ്ഞ് സ്കൂള് പൂട്ടിട്ടുണ്ടാവും. ഇനി 2 മാസം സ്വൈര്യം ഉണ്ടാവില്ല ഇവറ്റകളെ കൊണ്ട്. അതെന്താ? സകല കുളത്തിൽ ഇവന്മാരുടെ താണ്ടവ നിർത്തുമായിരിക്കൂലേ? അതിന് അവര് വെള്ളത്തിലല്ലേ താണ്ടവാണ്. നമ്മുടെ സ്ഥാനം കരയില് പൊന്തയ്ക്കുള്ളിലല്ലേ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതിനൊക്കെ അല്പം മാനസിക വളർച്ച വേണം. അത് നിനക്കില്ല. ആ വണ്ടി ഇവിടെ നിർത്തടോ. ആ ഇറങ്ങി 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 ഇറങ്ങി. ആ വണ്ടി സ്റ്റാൻഡിൽ ഞാൻ അടുത്തിരിയടോ. താൻ ഈ വാൽച്ചാനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഏതാണ് ചങ്ങായി? ചങ്ങായ കാമസൂത്ര എഴുതിയ ആളാണ്ടോ? അതെന്ത് സൂത്രാണ്? ആ സൂത്രമാണ് അറിഞ്ഞിരിക്കേണ്ട സൂത്രം. ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇപ്പൊ എവിടെ ഉണ്ട് ആള്? കറക്റ്റ് അഡ്രസ് എനിക്കറിയില്ല. പക്ഷെ ആ പുസ്തകം വായിച്ചണ്ടല്ല, നിലത്ത് നിക്കില്ലടോ, നിലത്ത്. അതെന്താ? ആ ചെവിയും കടിപ്പിച്ചേ. അയ്യേ വൃത്തിയേട്ടൻ. എടാ ഒരാണായി ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നീ എന്തൊരു മനുഷ്യനാ. ഞാനൊക്കെ ഉണ്ടല്ലോ, മഞ്ജുള, മാധവി, സുബൈദ, മേരിക്കുഞ്ഞ്, അത് അവിടെ നടന്നില്ല. 5 അതെ. എടാ ജീവിതത്തിൽ ഇതൊക്കെയുടെ രസമുള്ള കാര്യങ്ങള്. സ്വല്പം കള്ളുകൂടി, അല്പം വിഷയം, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ പോട്ടെ. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. നീ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ മനസ്സിൽ? ദാ ഇവിടെ. എന്നാ പ്രേമിക്കണം. പ്രേമിച്ച് പ്രേമിച്ച് അതിന്റെ ഒരു പനി അങ്ങോട്ട് കേറണം. എന്റെ പൊന്നെ, ഈ ഭൂലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിലാ. പിന്നെ നീ പ്രേമിച്ചിട്ടുണ്ടോ? മൂന്നെണ്ണം. ഇപ്പൊ 3 അവിടെ ഉണ്ട്. അവരൊക്കെ ഓരോ വീട്ടിൽ നല്ല സമ്പൽ സമൃദ്ധമായി ഓരോ കുട്ടികളായി ജീവിക്കുന്നു. അപ്പൊ നീ 3 പേർക്ക് വീടും വെച്ചു കൊടുത്താ? ഞാനതിന് വീട് വെച്ചു കൊടുക്കണം. അവർക്ക് അവരുടെ ഭർത്താക്കന്മാരല്ലേ വീട് വെച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നീ പ്രേമിച്ചു എന്ന് പറഞ്ഞത്? പ്രേമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവരൊക്കെ കല്യാണം കഴിഞ്ഞവരാണെന്നും ഓരോരോ കുട്ടികളുണ്ടെന്നും. ഗോവിന്ദേട്ട, അത് പപ്പടം തന്നെയാണ്. എന്താ നിന്റെ ഉദ്ദേശം? മാസം 1 ബാക്കിയുള്ളോ നേരാൻ വേണം കക്കൂസി പോകാൻ വയ്യാണ്ട് ബുദ്ധിമുട്ടണു. അതെന്ത് പറ്റി ഗോവിന്ദേട്ടാ? അപ്പൊ നിങ്ങൾ ഡോക്ടറെ ഒന്നും കണ്ടില്ലേ? ഡോക്ടറെ എന്തിനു കാണണം? ഇവൻ ഒറ്റ ഒരുത്തനാണ് ഉത്തരവാദി. അപ്പൊ നിങ്ങൾ ഇവനെ പോലെ കുളത്തിന്റെ പക്കത്താണോ തൂറായിരിക്കണേ? അയ്യേ, ഞാൻ ഇവന്റെ ടൈപ്പ് ഒന്നും അല്ല. പിന്നെ നീ വല്ല മരുന്നും കലക്കി കൊടുത്തോ ഗോവിന്ദേട്ടന്? മരുന്നും മന്ത്രമൊന്നും അല്ല. നീ കേക്ക് രമേശ, കക്കൂസിന്റെ ചോരിടിഞ്ഞ് വീണത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസം 1. എന്റെ അമ്മേ, നീ എന്ത് പണിയുടെ കാണിച്ച? ഇപ്പൊ ഈ പണിയായിട്ട് ഞാനല്ലട്ടാ, ഗോവിന്ദേട്ടനാ. മോൻ കണ്ടാ അറിയാതാ എന്ന് പറഞ്ഞ വയറാകെ സ്തംഭിച്ചിരിക്കുക. അതറിയാനുണ്ട്. നിനക്ക് ശരിയാക്കി തരാൻ പറ്റൂല. അതിന് ഗോവിന്ദേട്ടൻ ഒന്ന് വയറിളിക്കാൻ മതി, പിന്നെ ഗ്യാസിന് ശല്യം ഉണ്ടാവില്ല. എടാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. കക്കൂസിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഇനി ഒരു അവധി ഞാൻ പറയുന്നില്ല. ഉറപ്പായിട്ടും താമസിയാതെ ശരിയാക്കി കളയാം. ശരിയാക്കി കളയൊന്നും അല്ല, ശരിയാക്കാം. എന്ന് തിങ്കളാഴ്ച ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കാം. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ. ഒരു പാക്കറ്റ് സിഗരറ്റ്, ഒരു തീപ്പെട്ടിങ് എടുത്തോ. വിൽസ് വേണ്ട, വില കൂടുതലാ. ഒന്ന് സഹായിക്കട്ടെ രമേശ. പൈസ കക്കൂസന്റെ പറ്റിലിരിക്കോ, ഞാൻ ശരിയാക്കല്ലേ എപ്പോഴാണെങ്കിലും. ചുമ്മാ നല്ലടാ നിന്നെ പച്ചോന്തെന്ന് വിളിക്കണേ. എന്താ നിന്റെ പേര്? എന്താ എന്റെ പേര്? രമേശ്. രമേശിന്റെ പേരാണ്. എന്റെ പേരെടുക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. വേണ്ട വേണ്ട, കൂടുതലൊന്നും ആലോചിക്കണ്ട. പച്ചോന്തെന്ന് എഴുതിക്കോളാം. ഇതൊക്കെ വാങ്ങിയിട്ട് നീ കക്കൂസ് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടോ? അത് ഞങ്ങൾ നമ്മൾ ചെയ്തോളാം. അമ്നിയമ്മ എവിടെ പോയി ഗോവിന്ദേട്ടാ? അമ്നിയമ്മ അവള് നമ്മുടെ അന്തർ മുതലാളിയുടെ ബംഗ്ലാവ് വരെ പോയിരിക്കുക. അത് വിലക്ക് വാങ്ങിയ ഉടമസ്ഥം വരുന്നുണ്ട് അത്ര അടുത്ത മാസം. അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടി ആ കാര്യസ്ഥൻ രാമൻ വന്ന് വിളിച്ച് അങ്ങോട്ട് പോയതാ. പൊട്ടാൻ ഇതിനകത്ത് തിരയൊന്നുമില്ല അമ്മിണിയെടുത്തിയെ. ആകെ പൊടി അഴുക്കും തന്നെ അല്ലേ? ആൾപെരുമാറ്റം ഇല്ലാണ്ടായ ഏത് മാളികയുടെ സ്ഥിതി തന്നെയാ. അല്ല, അന്തർ മുതലാളി ഒഴിഞ്ഞിട്ടിപ്പോ അധികമൊന്നും ആയിട്ടില്ലല്ലോ. 4-5 മാസായില്ലേ. പുതിയ മുതലാളി എങ്ങനെയാ? പുതിയ മുതലാളി എങ്ങനെയാന്ന് ചോദിച്ചറിയാൻ നിനക്ക് അയാളെ കല്യാണം കഴിക്കണോ? കയ്യില് ചൂലാണ് കേട്ടോ. ഞാനും കണ്ടിട്ടൊന്നും ഇല്ല എന്റെ പൊന്നു ദാക്ഷായണിയെ. പിന്നെ ഒരു 4-5 പ്രാവശ്യം മൂപ്പരായിട്ട് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞു. അത്രേ എനിക്കും അറിയൂ. എവിടുത്തുകാരനാ? എന്താ എവിടുത്തുകാരനാ? അതും എനിക്കറിയില്ല. രാഘവനെ ആരാ വിളിക്കുന്നുണ്ട്. എന്താ വല്ലതും പറഞ്ഞോ? രാഘവനെ പുറത്താരെ വിളിക്കണ്ട്. ഈ ചെവിടി പൊട്ടൻ ഫോണും കൈ പിടിച്ചോണ്ട് നടക്കുന്ന എന്തിനാ?
എന്തിനാ മടിച്ചിരിക്കണേ? കേറി വാടോ, ഇരിക്കടോ. ആ, ഓ, ഓ. ആ പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത്, ഇന്നിപ്പോ തീയതി 5 അല്ലേ? ആണോ? അടുത്ത മാസം 1-ാം തീയതി മുതല് ഇവിടെ പേപ്പർ ഇടണം, ഇംഗ്ലീഷ്. ഏതാ വേണ്ടത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇംഗ്ലീഷ് പേപ്പർന്ന്. അല്ല, ഇംഗ്ലീഷ് പേപ്പർ തന്നെ പല തരത്തിലുണ്ട്. അതിൽ ഏത് വേണമെന്നാ ചോദിച്ചത്. ഏതൊക്കെ ഉള്ളത്? മാതൃഭൂമി, ഹിന്ദു. ഹിന്ദു വേണ്ട, ഹിന്ദു വേണ്ട, അയാളൊരു ക്രിസ്ത്യാനിയാ. അപ്പൊ പിന്നെ ഒരു ക്രിസ്ത്യൻ പേപ്പർ തന്നെ ആയിക്കോട്ടെ. അവൻ പറഞ്ഞ പേപ്പറിന്റെ പേരാ. ഈ കുള്ളൻ. അത് ശരി. എന്നാ അത് രണ്ടും, അതിന്റെ കൂടെ 2-3 ആഴ്ചപ്പത്തും കൂടെ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് തന്നെ. പുള്ളി മിനിഞ്ഞാൻ തന്നെ നേരിട്ട് ഈ ഫോണിൽ കൂടെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നായി ഇത്. അല്ല, എന്നാ പുള്ളിക്കാരൻ വരുന്നത് രാഘവേട്ടാ? പുള്ളിന്നോ? പുള്ളിക്കിളിന്നൊന്നും വിളിക്കരുത്. അദ്ദേഹം വലിയൊരു കോടീശ്വരനാ. നിങ്ങളൊക്കെ മുതലാളി എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ, എന്നാ പറഞ്ഞത്? പുള്ളിയുടെ അല്ല, മുതലാളിയുടെ വരവൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കില്ല. ഏതായാലും 1-ാം തീയതിക്ക് അപ്പുറം പോവില്ല, അത് ഉറപ്പാ. പിന്നെ മുതലാളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കാൻ വെക്കുമോ നിന്റെ അറക്കം വരുവിന്? വേണമെങ്കിൽ ഓർഡർ തരാം. ഇയാളെന്താ അമേരിക്കന്ന് പപ്പട കച്ചവടത്തിന് വരികയാണ്? ചെലപ്പോ അതിനെന്നെയാവും. എന്താ പറഞ്ഞേ? പൊട്ടാന്ന്. അല്ല, അത് ഞാൻ വീട്ടിൽ പറഞ്ഞ ഏർപ്പാടാക്കിക്കോളാന്ന് പറയായിരുന്നു. പപ്പടം അടിപൊളിയായിരിക്കണം. ആ നീ ഇപ്പൊ വന്നത് നന്നായി. ഇവിടെ അലറിയിലേറെ പണിയുണ്ടേ. എന്നാ ചെയ്യാൻ പറ്റിയ? മഹിളാ സമാജത്തിന്റെ വാർഷികമാണ് നാളെയും മറ്റന്നാളും. അത് കഴിഞ്ഞിട്ട് വരാം. ഇനി ഇപ്പൊ സുഖചികിത്സയുടെ ആൾക്കാരെ ഒന്ന് കണ്ടു കിട്ടണം. ആരാ? സുഖചികിത്സ ഒഴിച്ചില്ലേ? നമ്മുടെ ആയൂർ മഠത്തിലെ തമ്പുരാന്റെ ശിഷ്യന്മാര് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുക പുള്ളിയെ, അല്ല മുതലാളിയെ. ഇന്നിപ്പോ മേഴത്തൂർക്ക് എപ്പോഴാണോ ബസ് ഉള്ളത്? ഫസ്റ്റ് ബസ്സാണോ? അതെനിക്കറിയില്ല. 3 മണിക്ക് ഒരു ബസ് ഉണ്ട്. ഇറങ്ങാനുള്ളവരൊക്കെ പോരെ. ഇറങ്ങ 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 കൃഷിക്കാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു യാത്രോദ്ദേശം. തീവണ്ടിയിലായിരുന്നു ഗാന്ധിജിയുടെ യാത്ര. തീവണ്ടിയിൽ തീരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. ഒരു 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത്. തിരക്കില്ലാത്തത് മൂലം അദ്ദേഹം കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒന്നും മിണ്ടാണ്ടിരിക്കടി, അവരുടെ ഉടുക്കത്തെ ഒരു പഠിപ്പ്. ഏട്ടൻ എണ്ണാൻ നിശ്ചയില്ലെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞാ പോരെ? പോടി അവിടുന്ന്. ആ കാശ് ഇങ്ങെടുത്താ, ഞാൻ എണ്ണിത്തരാം. വേണ്ട വേണ്ട, അത്യാവശ്യം എണ്ണാനൊക്കെ എനിക്കറിയാം. ഒരു എണ്ണലുകാരി വന്നിരിക്കുന്നു, ഞാൻ തന്നെ കണക്ക് കൂട്ടിക്കോളാം. നേരം പാതിരാത്രി ആയി കാണും. തീവണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. കുറെ കൃഷിക്കാർ കമ്പാർട്ട്മെന്റിലേക്ക് കയറി. നിനക്ക് കിട്ടുന്ന പൈസക്ക് നീ എന്താ ചെയ്യണേ? കാശുണ്ട് താടാ. എന്റെ ഇപ്പൊ ഇതേ ഉള്ളൂ. എപ്പോ നോക്കിയാലും ഇത് എന്റെ ചെക്കന്റെ പറച്ചില്. ഒരു 200 രൂപ ഉണ്ടെങ്കിൽ താ. ആ രാമേശ്വര കൊടുക്കാനുള്ള പറ്റേ 800 ആയിരിക്കണം. എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച തരാം. എന്നിട്ടിപ്പൊ കിട്ടും. വെറുതെ അല്ല നിന്നെ ചെറിയ എപ്പോഴും വഴക്ക് പറയുന്നത്. പറയട്ടെ, ഇഷ്ടം പോലെ പറയട്ടെ, ഞാൻ കേട്ടോളാം. ഇതെന്തിനാ? എനിക്കൊരു കാര്യത്തിനാ. എന്തിന്? ആ മണ്ട സൈക്കിള് ചവിട്ടി ചവിട്ടി എന്റെ കാല് തേഞ്ഞു. പുതിയത് വാങ്ങാനാ. നമ്മുടെ വർഗീസേട്ടന്റെ കടയിൽ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ. പുതിയ സൈക്കിളിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? വേണം, ഉണ്ടാക്കണം. കുറേശ്ശെ കുറേശ്ശെ കൂട്ടി ഉണ്ടാക്കണം. ഈ വേല എളുപ്പത്തിൽ വീഴിക്കാവുന്ന ആരും മോഹിക്കണ്ട. ഞാൻ വീണേ മുരുകൻ വിചാരിക്കും. ആര്? കരുവാ മുരുകനോ? സാക്ഷാൽ പളനിമല മുരുകൻ ദണ്ഡായുധ പാണി. ഓ, ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ. അതായത് ഞാൻ തൊഴുക, എന്റെ തൊഴുക. മുണ്ട്, ചെരുപ്പ്, ചെരുപ്പ് ഇവിടെ. പഴനിമല കോവിലിൽ പാൽ കാവടിയ തുടങ്ങി. 8 വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി
പഴനി വല്ല ചവിട്ടുവിനാണ് വേലയത് അറിയാമോ കള്ളു കുടിച്ചുകളെ മുറുക വടിവേല മുരുകനക്ക് ഹരോഹര കണ്ണനക്ക് ഹരോഹര വേലനക്ക് ഹരോഹര ധിക്കാരം കാണിക്കുന്നതിന് വേണം ഒരു അതിര്. നിങ്ങൾ പല പ്രാവശ്യം വന്നൊരു ചക്രം കൊണ്ട് വെക്കരുത്. കൊണ്ട് വെക്കണകത്ത്. ഓ തുടങ്ങി ഒഴിക്കുന്നതല്ലേ കൂടെ എന്നല്ലേ പോകാൻ തെളിയും. മോറടി അങ്ങോട്ട് ശല്യം. എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുവാന്നോടി കൊല്ലുവാ പണി അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിവെള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. ആട്ടം നിൽക്കട്ടെ. നടക്കണേ, ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ, ശല്യം. അമ്മ ഈ പറയണ പോലൊന്നും അല്ല. മക്കളെ കുറിച്ച് ഓർത്താ മനസ്സമാധാനം ഇല്ലാത്തത്. കുട്ടികളുടെ കാര്യോർത്ത് നീ എന്തിനാ വിഷമിക്കണ പെണ്ണേ? അവനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മയെന്നല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരു കൂസലില്ലാത്ത സാധനം അത്. വീടൊന്നും കുട്ടികളൊന്നും ഒരു ചിന്തയില്ല. അച്ഛൻ എന്നും കുടിച്ചു വന്നിട്ട് അമ്മയായിട്ട് വഴക്കാണ് അമ്മമ്മേ. മിണ്ടാതിരിക്കടി. ഇവളുടെ പരീക്ഷ കഴിഞ്ഞു കിട്ടിയതിന്റെ ഭാഗ്യം. എന്താ അവള് പഠിക്കാൻ അത്ര മോശ? പഠിക്കാനൊക്കെ മിടിക്കുകയാണ്. സ്കൂളിലെ ടീച്ചർമാരും മാഷുമാരൊക്കെ പറയണത് ഇവളെ ഇനി ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നാ. അതിന് അവള് ഈ +2 തന്നെ കടന്നു കിട്ടുമെന്ന് ആര് കണ്ടു? ഒരിക്കൽ പഠിപ്പ് നിർത്തിയതല്ലേ? ഞാനൊക്കെ ജയിക്കും മുത്തശ്ശ, നല്ല ഉറപ്പുണ്ട് എനിക്ക്. അത് മതി. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വീട് ചേച്ചിയാണ് മുത്തശ്ശ. ഇന്നാളൊരു സമ്മാനം കിട്ടി. എന്ത് സമ്മാനം? ഒരു ക്ലോക്ക്. അത് അച്ഛൻ കൊണ്ടുപോയി വിറ്റു. ഈ പെണ്ണിനെ ഞാൻ അതൊന്നും സാരില്ല. അമ്മമ്മയുടെ കുട്ടി ജയിക്കട്ടെ, അപ്പൊ ക്ലോക്കും വാച്ചും ഒക്കെ വാങ്ങിക്കാം. കോളേജിൽ പോയി പഠിക്കുകയും ചെയ്യാം. അതിന് തന്ത സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ തന്നെ പറയണത് പഠിപ്പൊക്കെ നിർത്തി വല്ല പണിക്കും പറഞ്ഞേക്കാമെന്നാ. മാസം മാസം ശമ്പളം എണ്ണി വാങ്ങാലോ. ഞാൻ പോവില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിനി സ്കൂൾ ഓർക്കുമ്പോഴേ അങ്ങോട്ടുള്ളൂ. മുത്തശ്ശന്റെ കുട്ടി ഇനി എവിടെയും പോകണ്ട. ഞങ്ങൾക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞു പിടിക്കാൻ ഒരാളായല്ലോ. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരേടി. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട. ഇന്ന് തന്നെ വരാൻ സാധിച്ചത് കുട്ടികൾ കരഞ്ഞു പറഞ്ഞോണ്ടാ. രാവിലെ തന്നെ പോണം.